ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ തുടരും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വെറും 6 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഈ ഒരു വീഡിയോയിലൂടെ സിനിമയുടെ ഏറ്റവും പുതിയ 6ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ എല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് സിനിമയുടെ 6ാം ദിവസമാണല്ലോ. തുടർച്ചയായുള്ള 6ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 6 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് തുടരും മാറുന്നുവെന്നാണ് ആദ്യം പ്രേക്ഷകരോട് അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ 5ാം ദിവസവും കേരളത്തിൽ 6 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 33 കോടിയിലധികം കേരള ഗ്രോസ് ഇപ്പോൾ തന്നെ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്നത്തെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 5 കോടി 55 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 5 കോടി 33 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും 6 കോടിയിലേറെ കേരള ഗ്രോസ് നിസ്സാരമായിട്ട് ഉറപ്പാക്കപ്പെട്ട സിനിമ ഇന്നത്തോടെ ആകെ കേരള ഗ്രോസ് 6 ദിവസങ്ങൾ കൊണ്ട് 40 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ടാകുമെന്നാണ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 6 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് ആയിട്ട് 39-40 കോടി റേഞ്ചിലെ ഗ്രോസ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 ദിവസത്തെ കളക്ഷനോടെ കേരള ബോക്സ് ഓഫീസിൽ സിനിമ 50 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിർമ്മാതാവിനെ കേരളത്തിലെ തിയേറ്റർ ഷെയർ കൊണ്ട് മാത്രം തുടരുമെന്ന സിനിമ ലാഭകരമാകുമെന്നാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ 100 കോടിയിലധികം കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ കൊണ്ട് പിന്നിട്ട സിനിമ ഇന്നത്തോടെ 105 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് 6 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ വേറെ ലെവൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് സിനിമ മുന്നേറുന്നു. കാത്തിരിക്കൂ തുടരുമെന്ന സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ പുതിയ മാസത്തിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.